എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. ഞാനിവിടെ ചെർപ്പളശ്ശേരി ആണ് ഈ ഓളോ ബ്രിക്സിൻ്റെ കമ്പനി. നമ്മുടെ പാലക്കാട് റോഡിന് കാക്കാത്തോട് പാലം എന്നാണ് പറയുക, പാലക്കാട് റോഡ്. ഓളോ ബ്രിക്സിൻ്റെ കമ്പനിയാണ്. ഓളോ ബ്രിക്സ് അതുപോലെ സിമെൻറ്റിൻ്റെ കട്ടള, ജനൽ, വേലി പോസ്റ്റുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സിമെൻറ്റിൻ്റെ കട്ടള ജനലിൻ്റെ പണി എടുത്തിരുന്നതാണ് വേറെ ആൾക്കാർക്ക്, നമ്മൾ താഴേക്കോട് ആ ഭാഗത്തൊക്കെ. പിന്നെ ഞാൻ അതിൻ്റെ മുൻപ് കാർഷിക മേഖലയിൽ തന്നെയായിരുന്നു. നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാർഷിക മേഖലയിൽ. അങ്ങനെയാണ് പിന്നെ ഈ സിമെൻറ്റിൻ്റെ മേഖലയിലേക്ക് മാറിയപ്പോൾ ഞാൻ കട്ടള ജനലിൻ്റെ പണി എടുത്തിരുന്നതാണ് ആദ്യം. അതിനുശേഷം ഞാൻ പിന്നെ അത് സ്വന്തം വാടകയ്ക്ക് എടുത്തിട്ട് നടത്താൻ തുടങ്ങി. നമ്മുടെ ഇവിടെ ചെർപ്പശ്ശേരി കാക്കാത്തോടിൻ്റെ അവിടെ തന്നെ ചെർപ്പശ്ശേരി പഴയ ഒരു ഓളോ ബ്രിക്സ് കമ്പനി ഉണ്ടായിരുന്നു. മിനാർ ഓളോ ബ്രിക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് നല്ല പേരുകെട്ട ഓളോ ബ്രിക്സ് കമ്പനിയാണ്. അതാണ് ആദ്യത്തെ ഇവിടുത്തെ ഓളോ ബ്രിക്സ് കമ്പനി. അത് പിന്നെ ഇപ്പോൾ ടൈൽസിൻ്റെ ഒരു കജേരിയ ടൈൽസ് എന്ന് പറഞ്ഞൊരു ഇതിനൊരു വാടകയ്ക്ക് കൊടുത്തപ്പോൾ ഞാൻ തൊട്ട അടുത്ത് തന്നെ ഒരു സ്ഥാപനം ഒരു ഇൻ്റർലോക്ക് നടത്തിയതാണ്. അതിലേക്ക് ഞാൻ മാറി 2017. ഇപ്പോൾ അതിലാണ് നമ്മൾ കമ്പനിയാണിത്. സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4-ൻ്റെ കട്ട ഉണ്ട്, 4-ൻ്റെ ബ്രിക്സ്, 6-ൻ്റെ, 8-ൻ്റെ, പിന്നെ അതിൻ്റെ ഇടയിൽ 5-ൻ്റെ ഉണ്ട്. ഈ കിണറിൻ്റെ കട്ട ഉണ്ട്, കിണറിന് ഉപയോഗിക്കുന്ന ചെറിയ ബെൻഡായിട്ടുള്ള കട്ട ഉണ്ട്. അത് 4-ൻ്റെ കട്ട 4-ൻ്റെ ഒരടി 1.25 2 സൈസാണ് വരിക. അതായത് 12 ഇഞ്ച് 15 ഇഞ്ച്. അതുപോലെ 6-ൻ്റെ ഉണ്ട് 12 ഇഞ്ച് 15 ഇഞ്ച്. 8-ൻ്റെ കട്ടയിൽ 12 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അത് 16 ഇഞ്ച് 15 ഇഞ്ച് ഒന്നും വരുമ്പോൾ എടുത്താൽ പൊങ്ങില്ല, അത്ര വെയിറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ 6-ൻ്റെ കട്ട കിണറിന് അൽമാറ പടുക്കാനുള്ള ചെറിയ ബെൻഡായിട്ടുള്ള കട്ട ഉണ്ട്. പിന്നെ 6-ൻ്റെ കട്ടയും 5-ൻ്റെ കട്ടയും വേറെ ഉണ്ട്, ഒരു 5 ഇഞ്ച് വീതി, അതും ഒരടി നീളത്തിലുള്ളതേ ഉള്ളൂ. ഇത്രയും കട്ടകളാണ് ഉള്ളത്. നമ്മളിവിടെ നല്ല സെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ 1500 കട്ടയൊക്കെ ഒരു ദിവസം അടിച്ചിരുന്നതാണ്. ഇപ്പോൾ ഒരു 1000-ൻ്റെ ചോടയാണ് അടിക്കുള്ളൂ. ഇപ്പോൾ അത്ര കട്ടയാണ്. ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓളോ ബ്രിക്സിന് ഉപയോഗിക്കുന്ന ബേബി മെറ്റൽ, അതായത് 6mm മെറ്റൽ, പിന്നെ പൊടി, പാറയുടെ എംസാൻ്റെ അല്ല, പാറയുടെ പൊടി, ഒറിജിനൽ പൊടി പൊടിച്ച് വരണേ, പാറ പൊടിച്ച് ഡയറക്റ്റ് വരണ പൊടി. അതിൽ നിന്ന് തരം തിരിച്ചിട്ടാണ് ഈ എംസാൻഡ്, പീസാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണം. ഇത് ഡയറക്റ്റ് പൊടിച്ച് വരണ പൊടിയാണ്. ആ പൊടിയും ബേബി മെറ്റലും സിമെൻറ്റ് നമ്മൾ കട്ടയ്ക്ക് ഉപയോഗിക്കുന്ന സിമെൻറ്റ് കുറച്ചുകൂടി പവർ കൂടിയ സിമെൻറ്റാണ്. സാധാരണ നമ്മളെ ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സിമെൻറ്റിനെക്കാളും ലേശം കൂടി പവർ കൂടും, സെറ്റിംഗ് പവർ കൂടും. നമുക്ക് ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ കട്ട നാളെ രാവിലെ എടുത്ത് പുറത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ചുകൂടി കൂടിയിട്ടുള്ള സ്ട്രോങ് കൂടിയിട്ടുള്ള സിമെൻറ്റാണ് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ രാംകോ സിമെൻറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് രാംകോ RSF എന്ന് പറയും, രാംകോ സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ സാധാ ഇതിന് ഉപയോഗിക്കുന്ന രാംകോൻ്റെ ആണെങ്കിൽ രാംകോ സൂപ്പർ ഗ്രേഡ് എന്ന് പറഞ്ഞ സിമെൻറ്റാണ് ഉപയോഗിക്കുക. അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. പിന്നെ തേപ്പിനുള്ള വേറെ ഉണ്ട്. ഇതിന് ഉപയോഗിക്കുക രാംകോൻ്റെ ആണെങ്കിൽ രാംകോ സൂപ്പർ ഫാസ്റ്റ്. ഇപ്പോൾ ഡാൽമിയയിലൊക്കെ പണ്ട് ഡാൽമിയ സൂപ്പർ റൂഫ്, അങ്ങനെ എല്ലാത്തിലും അന്ന് 53 ഗ്രേഡ് സിമെൻറ്റാണ് ഉപയോഗിച്ചിരുന്നത്. സാധാരണ ഇതിനൊക്കെ 47 അങ്ങനെ പല ഗ്രേഡാണ്. ഓളോ ബ്രിക്സിന് 53 ഗ്രേഡ് സിമെൻറ്റാണ് ഉപയോഗിച്ച് വന്നിരുന്നത്. ഇന്നിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മളെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് നനയ്ക്കും. നനയെന്ന് പറഞ്ഞാൽ 2 നേരം നന്നായിട്ട് നനയ്ക്കണം. മഴ ഉണ്ടെങ്കിലും ചെറിയ മഴ ഉള്ളതിലൊക്കെ നനച്ചു കൊടുക്കാനാവും. അങ്ങനെ ഒരു 15 ദിവസമെങ്കിലും നനയ്ക്കും നമ്മൾ കട്ടയ്ക്ക്. ഇനി അല്ല അതിൻ്റെ മുമ്പേ നമ്മൾ ലോഡ് കയറ്റി കൊടുക്കും. കട്ട സ്റ്റോക്കില്ലെങ്കിൽ നമ്മൾ ഇന്ന് അടിച്ച കട്ട നാളെ തന്നെ കയറ്റി കൊടുക്കും. അത് കയറ്റി കൊടുത്താൽ അവർ അന്ന് തന്നെ കൊണ്ടുപോയി പടുക്കുകയാണ് ചെയ്യുക. അത് പടുത്ത് കഴിഞ്ഞാൽ പടവുമിലിരുന്നിട്ടും കട്ട നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിഷയം വരുന്നില്ല. അതാണ് 15 ദിവസമെങ്കിലും നനച്ച് നല്ല ക്യൂറിങ് ആവണം. കട്ടള ജനൽ നമ്മളിൽ സാധാരണ വീടിന് ഉപയോഗിക്കുക ഈ സെൻറ്റിമീറ്റർ കണക്കിന് പറയുക. അതിൻ്റെ ഹൈറ്റ് 1.35, ഹൈറ്റ് 1.50 വീതി സെൻറ്റിമീറ്റർ കണക്കിൽ. അല്ല നമ്മൾ ഇഞ്ച് കണക്കിൽ പറയണമെങ്കിൽ അടിക്കണക്കിൽ പറയണമെങ്കിൽ 4.5 അടി ഉയരം ആണ് വരിക. 1.35 പറഞ്ഞാൽ 4.5 അടിയാണ് ഉയരം വരിക. അതാണ് സാധാ വീടിന് ഉപയോഗിക്കുന്ന ജനൽ. പിന്നെ 7 അടി കട്ടള, 2.10 സെൻറ്റിമീറ്ററിൽ 2.10 എന്ന് പറയും. അങ്ങനെ 7 അടി കട്ടള, ഈ രണ്ടുമാണ്. പിന്നെ നമ്മൾ കിച്ചണിലേക്കൊക്കെ വരുന്നത് 1.5, അതായത് 3.5 അടി ഉയരം വരുന്ന ജനൽ. അത് ചിലർ ഇതിനനുസരിച്ചിട്ട് 2 കള്ളിയും 3 കള്ളിയും അതിൻ്റെ വ്യത്യാസങ്ങൾ. കട്ടള ജനലുണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത് ഈ ബേബി മെറ്റൽ ഒഴിച്ചിട്ട് മറ്റേ 3/4 ഇഞ്ച് മെറ്റൽ, 1/2 ഇഞ്ച് മെറ്റലൊക്കെ ഉപയോഗിക്കും. ഞാനിവിടെ 3/4 ഇഞ്ചാണ് ഉപയോഗിക്കൽ, ചിലർ 1/2 ഇഞ്ച് മെറ്റലാണ് ഉപയോഗിക്കുക. സിമെൻറ്റിൻ്റെ കട്ടള ജനലും കറക്റ്റായിട്ട് അതിൻ്റെ കൂട്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതിന് വേണ്ടതിയുള്ള നനയും ഇത് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ തുടങ്ങി 10-20 വർഷത്തിൻ്റെ മുകളിൽ പഴക്കം ഉള്ള കട്ടള ജനലുകൾ നല്ല
കണ്ടീഷനായിട്ട് ഇപ്പോൾ എൻ്റെ അനുഭവത്തിലുണ്ട്. നമ്മൾ അത്രയും കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാത്രം. നനയും കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണം, നല്ല നന കൊടുക്കണം, അതിൻ്റെ ക്യൂറിങ് കഴിയോളം നനയ്ക്ക് തന്നെ വേണം. പിന്നെ അതിന് വേണ്ട മെറ്റലും സിമെൻറ്റ് നല്ല സ്ട്രോങ്ങിൽ ചെയ്യണം. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഇതുള്ളത്. നല്ല ലോങ് ലൈഫ് കിട്ടുന്നുണ്ട് സിമെൻറ്റിൻ്റെ കട്ട്ള ജനൽ നമ്മുടെ അനുഭവത്തിൽ. പിന്നെ അതിന് വേണ്ടുള്ള നനകളോ എന്തെങ്കിലും അപാകതകളോ വന്നു കഴിഞ്ഞാലാണ് വിള്ളൽ, കമ്പി പുറത്ത് കാണൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരിക. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ നമ്മൾ ഹോളോ ബ്രിക്സ്, കട്ട്ള ജനലും അല്ലാതെ പിന്നെ ഉള്ളത് വേലി പോസ്റ്റ്, നമ്മൾ കമ്പി വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന പോസ്റ്റ്, സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സ്ലൈവ് മതിൽ ചെയ്യണില്ല. ബാക്കി ആദ്യമൊക്കെ തുവാല, ട്രാസി, റിങ് ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി കാരണമാണ് കുറേ കമ്മിയാക്കിയത്. ഇപ്പോൾ നമ്മൾ തന്നെയുള്ളൂ, പോസ്റ്റ് ഉണ്ട്, വേലി പോസ്റ്റ് ഉണ്ട്, കട്ട്ള ജനൽ, ഇതൊക്കെ തന്നെയാണുള്ളൂ ഇപ്പോൾ. അല്ല, നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് നമ്മളത്. ക്വാളിറ്റി കൊണ്ടാണ് നമ്മളിവിടെ പിടിച്ചിരിക്കണത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ മേഖലയിൽ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല. നമുക്ക് ഒന്നാമത് സ്ഥലം വാടകയ്ക്കാണ്, സ്ഥലം വളരെ പരിമിതമാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നിൽക്കണമെങ്കിൽ സാധനം നല്ല ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കണം. എന്നാൽ തന്നെയാണ് പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ. പിന്നെ നമ്മൾ കുറച്ച് അപ്പുറത്തൊരു പൂതക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ഥലമുണ്ട്, ഉള്ളിൽ റബ്ബർ ഇതായിട്ടുള്ള സ്ഥലമാണ്. അതിലാണ് നമ്മൾ ഈ വേലി പോസ്റ്റ്, കട്ട്ള ജനൽ ഉണ്ടാക്കണത്. അത് അവിടെ വന്നിട്ട് ആരും കൊണ്ടുപോയില്ല, അതൊരു ഉള്ള ഏരിയയാണ്. പോസ്റ്റൊക്കെ കുറേശ്ശെ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ കൊടുന്നിട്ട് തന്നെയാണ് അത് സെയിൽ ചെയ്യണത്. ഇവിടെ നമ്മളെ വണ്ടി ഉണ്ടാവുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കയറ്റി ഇവിടെ കൊടുന്ന് ഇറക്കി വയ്ക്കും. എന്നിട്ട് ഇവിടുന്ന് അതിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് VI ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ അടുത്ത് വന്നിട്ട് ഇതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരുപാട് കടകൾ ഇട്ടിട്ടുണ്ട്. നമ്മളവർക്ക് എല്ലാം ഇതും ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതിൻ്റെ മോൾഡ് എവിടുന്നാണ് കിട്ടുക, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് കൊടുക്കും. പണിക്കാരെ അവർക്ക് നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ അവർ നമ്മളോട് എപ്പോഴും വിളിക്കും, എല്ലാ കാര്യങ്ങളും സംശയങ്ങൾ ചോദിക്കും, ഇതൊക്കെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും ഒരുപാട് പഴക്കമുള്ള ഇതാണ് നമ്മളെ കമ്പനി. ഞാൻ ഈ മേഖലയ്ക്ക് ഇറങ്ങിയിട്ട് കുറേ കാര്യം 10-20 വർഷമായിരുന്നു. അന്ന് ഇവിടെ വളരെ ദുർലഭം ആൾക്കാർ മാത്രമാണ് ഈ കട്ട്ള ജനൽ ചെയ്യുള്ളൂ. അതും തിരുവനന്തപുരത്തുകാർ, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യണില്ല അന്ന്. ഇപ്പോഴാണ് എല്ലായിടത്തും ആയത്. നമ്മളെ ഭാവി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പരമാവധി നമുക്കിപ്പോൾ സ്വന്തം സ്ഥലമല്ല, നമ്മൾ വാടകയ്ക്കാണ്. നമ്മളിപ്പോൾ ഞാൻ വേറൊരു ബിൽഡിംഗ് കെട്ടിയിട്ട് അവിടെ ചെറിയ തോതിൽ ചെയ്യണം എന്നുള്ള പരിപാടിയിലാണ്. ഹോളോ ബ്രിക്സ് ഒന്നുമില്ല, ഇങ്ങനെ പോസ്റ്റ്, അതുപോലെ കട്ട്ള ജനൽ, അതുപോലെ സിമെൻറ്റിൻ്റെ തോണി ചെയ്യാൻ വെച്ചിട്ടാണ്. സിമെൻറ്റ് ചോടം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റൂമുകളും ഇതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് അടുത്താണ്. കുറ്റാനശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ ബിൽഡിങ് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നമ്മളെ വൈഫ്, 2 കുട്ടികൾ ചെറിയ കുട്ടികളാണ്. ഇപ്പോഴാണ് ഒരു കുട്ടി കോയമ്പത്തൂരെ പഠിച്ചുകൊണ്ടിരിക്കുക, 2 കുട്ടികൾ, 2 പെൺകുട്ടികളാണ്. പിന്നെ വൈഫ് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളെ തന്നെയാണ് ഫുള്ള്. നമ്മളടുത്ത് വർക്ക് ചെയ്യണത് ഹിന്ദിക്കാരാ, അതായത് ജാർഖണ്ഡിലുള്ള ആൾക്കാരാണ്. അതായത് ഞാൻ ഹോളോ ബ്രിക്സിൻ്റെ പണി തുടങ്ങിയ മുതൽ നമ്മളടുത്ത് ജാർഖണ്ഡിലത്തെ ആൾക്കാരാണ്. അതിൻ്റെ മുമ്പ് കട്ട്ള ജനലിൻ്റെ പണി എടുക്കുന്ന സമയത്ത് നമ്മളടുത്ത് കുറേ മലയാളികളെ വന്ന്, തിരുവനന്തപുരത്തുകാർ കുറേ ഉണ്ടാകുന്നു പണിക്കാർ. പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പണി പഠിച്ചിട്ട് ഇങ്ങനെ നിൽക്കും, അങ്ങനെ ചെയ്തിരുന്നു. ഹോളോ ബ്രിക്സിൻ്റെ തുടങ്ങിയ മുതൽ ജാർഖണ്ഡ് ടീമാണ് ഇതുവരെ പണി, ഇന്നും കൂടിയും അവർ തന്നെ പണിയെടുക്കണം. നല്ല ആൾക്കാരാണ്. അവർക്കൊരു പ്രത്യേക ടൈപ്പ് ഒരു വലിയ അലമ്പൊന്നുമില്ല. ഏതെങ്കിലും വലിയ അലമ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളവരെ നിർത്തൂല, ഒഴിവാക്കും. അടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആർക്കും ശല്യം വരാൻ പാടില്ല. അതിൻ്റെ ഇതിൽ അടിപിടിയോ കച്ചറയൊക്കെ ഉള്ള ആൾക്കാരെ നമ്മൾ അപ്പോഴേക്കപ്പോഴും ഒഴിവാക്കും. നമ്മുടെ അടുത്തുള്ള ആൾക്കാർ നല്ല ഇതുള്ള ആൾക്കാരാണ്. ജാർഖണ്ഡിലെ അവിടുത്തെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അങ്ങനത്തെ ഒരു ടീമാണത്. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഈ ദൈവഭക്തിയും അങ്ങനെ നമ്മളെ അടുത്ത് ഇപ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിലും അവരെന്നെ സെയിൽ ചെയ്തിട്ട് ₹1 ഉണ്ടെങ്കിലും നമ്മളെ അടുത്ത് കറക്റ്റ് കണക്ക് പറഞ്ഞ് തരും. അങ്ങനത്തെ ഒരു ടീമാണ് ഇവർ. പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പല വിധത്തിലാണ്. ഇവർ വലിയ കുഴപ്പമില്ല. അതാണ് നമ്മളിവിടെ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ പാലക്കാട് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയുടെയും ഒരുവിധം എല്ലാ ഭാഗങ്ങൾക്കും നമ്മളിരുന്ന് സപ്ലൈ ഉണ്ടായിരുന്നു. അട്ടപ്പാടി, അതുപോലെ ഒലവക്കോട്, പാലക്കാട്, അങ്ങനെയൊക്കെ നമ്മളിരുന്ന് സാധനം വണ്ടി വന്നിട്ട് കയറ്റി കൊണ്ടായിരുന്നു. നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്നാത് ഇവിടെ വരുന്നവർക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ സാധനം കയറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ അല്ലാണ്ട് കൊണ്ടുപോയി കൊടുക്കണതോ അല്ലെങ്കിൽ ആരും ഇതായിട്ട് ഇല്ല. ഇവിടെ ഇപ്പോൾ വരും ആൾക്കാർ നമ്മളെ സാധനം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് കട്ട്ള ജനൽ, ഹോളോ ബ്രിക്സ് എന്തിനും ആവശ്യപ്പെട്ടു എന്നാലും അവർ കൊടുക്കും. വണ്ടി വേണമെങ്കിൽ വണ്ടി വിളിച്ചു കൊടുക്കും. നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകും. അത്ര തന്നെ ഉള്ളൂ. നമ്മൾ ലൈനിൽ ഇറങ്ങിയിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
പാലക്കാട് റോഡാണ്. ചെർപ്പശ്ശേരിയിൽ നിന്ന് പാലക്കാട് പോണ റോഡാണ്. ഒരു ഐഡിയ കോളേജ് എന്ന് പറഞ്ഞൊരു ക്യാമ്പസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 200 മീറ്ററിൻ്റെ ദൂരമുള്ളൂ. പാലക്കാട് റോഡിന് കയറിയാൽ മതി. നമ്പ്യാർ കോളനി എന്നാണ് പറയുക. കാക്കാത്തോട് നമ്പ്യാർ കോളനി എന്നാണ് പറയുക. ചെർപ്പശ്ശേരിയിൽ നിന്ന് ബസ്സിന് വരികയാണെങ്കിൽ പാലക്കാട് റോഡിന് കയറിയിട്ട് ഐഡിയ കോളേജിൻ്റെ അവിടെ ഇറങ്ങുക. അങ്ങനെയാണ് നമ്മുടെ അഞ്ജന സിമെൻറ്റ് വർക്ക്സ് എന്നാണ്. അഞ്ജന